ഹായ്! എല്ലാവരും സന്തോഷമായിട്ടിരിക്കുവല്ലേ? ഞങ്ങളും ഇവിടെ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്നു കേട്ടോ, ഈശ്വരാനുഗ്രഹം കൊണ്ട്. അപ്പം നിങ്ങൾക്കും ഈശ്വരാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാ വീഡിയോയിലും തന്നെ പറയും എൻ്റേതും നല്ല കേട്ടോ എല്ലാവരുടെയും. നിങ്ങൾ വലിച്ചു നീട്ടാതെ എളുപ്പം നിങ്ങൾ കാര്യം പറഞ്ഞ് ഞങ്ങൾക്ക് ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കാനാണോ നേരം, ഞങ്ങൾക്ക് അടുത്ത വീഡിയോ പോയി കാണേണ്ടതല്ലേ എന്നൊക്കെ ഉള്ളൊരു മട്ടിലുള്ള ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ നല്ലതാണെന്നേ. ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കുഞ്ഞു കുട്ടി മുതൽ വലിയവർ വരെ രോഗങ്ങളില്ലാത്ത ഒരു മനുഷ്യരുമില്ല. നമ്മൾ ആദ്യമേ പോയി അലോപ്പതി പോവും, അത് കഴിഞ്ഞ് ആയുർവേദം പോയി പിടിക്കും, അത് കഴിഞ്ഞ് ഹോമിയോ പോവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും കറങ്ങി തിരിച്ച് അലോപ്പതിയിലോട്ട് തന്നെ വരും. പക്ഷേ ഇതിൻ്റെ എല്ലാം ഉപരി കുറച്ച് നമുക്കൊരു ഈശ്വര വിശ്വാസവും എൻ്റെ രോഗം മാറുമെന്നും നമ്മൾ തന്നെ ഒന്ന് വിശ്വസിച്ചിട്ട് ഒന്ന് എഴുന്നേക്കാൻ നോക്കിയാൽ എഴുന്നേക്കൂ നീ, അല്ലാണ്ട് കിടന്നൊന്നും പോകത്തില്ല. അതും എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മച്ചിയുടെ അനുഭവം തന്നെ ഞാൻ നിങ്ങളുടെ അടുക്കൽ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പം ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ചേച്ചിക്ക് ഒരു വയ്യാഴി വന്നു, തീരുമാനം വയ്യാഴി എന്ന് പറഞ്ഞു ഉണക്ക് വന്നു. ഇപ്പോൾ ആണ്ട ചേച്ചി എഴുന്നേറ്റൊക്കെ നടക്കുന്നുണ്ട്, മനസ്സിനൊരു ധൈര്യവും ബലവും. ഞാൻ കിടന്നു പോയാൽ പോയി എന്ന് നമുക്കൊന്ന് വിചാരിച്ചാലുണ്ടല്ലോ, അവിടുന്ന് നമ്മൾ എഴുന്നേക്കും, അവിടുന്ന് നമ്മൾ പയ്യെ പിച്ച വെക്കും, അവിടുന്ന് പയ്യെ സ്പീഡിന് നടക്കും, പിന്നെ നമ്മൾ സ്പീഡിന് ഓടാൻ പഠിക്കും. ഇതേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതത്തിൽ. പിന്നെ നട്ടലിലൊക്കെ പോയി അല്ലെങ്കിൽ കാലിന് ഒരു തളർച്ച വന്നു കിടന്നു പോയി, അതൊക്കെ നമ്മൾ ഇതേ സ്പീഡിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അതിനെല്ലാം ഉപരി നിങ്ങളുടെ അടുക്കൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ആദ്യമേ പറഞ്ഞു ഈശ്വരാനുഗ്രഹം വേണം, പിന്നെ നമുക്കൊരു മനസ്സും ഉണ്ടാകണമെന്ന്. അപ്പം നമ്മുടെ വീട്ടിലുള്ള ഒരു കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ നമ്മളെപ്പോഴും കൂടെ നിന്ന് ശുശ്രൂഷിച്ച് അവർക്ക് ഒരുപാട് ഭാവിയുള്ളതാണ്, ഭാവി തലമുറയാന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൈപിടിച്ച് പരമാവധി ഏൽപ്പിക്കുക. ലോകത്തിൻ്റെ ഏത് കോണിലും നമ്മൾ തെണ്ടിയിട്ടെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നമ്മൾ പോകാൻ നോക്കും, അവരെ ഒന്ന് രക്ഷിച്ചെടുക്കാൻ എന്ന് പറഞ്ഞോണക്ക് തന്നെ ആയിരിക്കണം പ്രായമായവരുടെ കാര്യം. പ്രായമായി ഒന്ന് വീണുപോയി, ഒരു സ്ട്രോക്ക് വന്നൊന്ന് കിടന്നു പോയി, ഒരു 15 ദിവസമൊന്നും വേണ്ട നമ്മുടെ പുറവും ഈ കാലിൻ്റെ ഇടുക്കും എല്ലാം പൊട്ടാനും പിറക്കാനും. ഇതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ നമ്മളെ തന്നെ സ്വയം ഒന്ന് ശുശ്രൂഷിക്കുക, നമ്മൾ നമ്മളെ തന്നെ സ്വയം ചികിത്സിക്കുക. സ്വയം ചികിത്സ എന്ന് പറഞ്ഞാൽ മനസ്സിന് ധൈര്യം കൊടുത്തിട്ട് എന്നെ കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റും, ഞാനിത് ചെയ്യും, അല്ലാതെ ഞാൻ രോഗിയായി പോയി ഞാനങ്ങ് കിടന്നു പോയി എന്ന് വെച്ചാൽ നമ്മൾ അവിടെ തന്നെ കിടക്കത്തേ ഉള്ളൂ. അല്ലാതെ നമ്മൾ എത്ര മെഡിസിൻ കഴിച്ചാലും അവിടെ നിന്ന് ഏറ്റുപോരിച്ചൊന്നും നടക്കത്തില്ല. ഒരു ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ പോലും എനിക്ക് ഷുഗർ കുറയ്ക്കണം എന്ന് നമ്മളൊന്ന് വിചാരിച്ചാൽ അവിടെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതല്ലാതെ ഞാൻ എപ്പോഴും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഇൻസുലിനും എടുക്കണം, ഗുളികയും കഴിച്ചെങ്കിൽ മാത്രമേ എൻ്റെ രോഗം കുറയുള്ളൂ എന്ന് വെച്ചാലുണ്ടല്ലോ, അതവിടെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. ഇതെല്ലാം അനുഭവത്തിൽ കൂടെ പറയുന്നൊരു കാര്യമാണ്. എൻ്റെ ചേച്ചിയുടെ എൻ്റെ അമ്മച്ചിയുടെ ഒക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഞാൻ നിങ്ങളുടെ അടുക്കൽ പറയാം, എൻ്റെ 2 കൈക്കും എനിക്ക് പ്രശ്നമുള്ളൊരു വ്യക്തി തന്നെയാണ് ഞാൻ. അമൃതയിൽ 2 കൈ ഓപ്പറേഷൻ ചെയ്ത് 2 കൈയിൽ സ്ക്രൂ ഇട്ടിട്ട് ആ സ്ക്രൂവിൻ്റെ പുറത്താണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. കാരണം എനിക്ക് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു ചെറിയൊരു രോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസിൽ വളരുന്ന ഷോൾഡറിൻ്റെ ഉള്ളിലോട്ട് ചാടുക, അതുപോലെ ഈ ജോയിൻറ്റിൽ കൂടെയൊക്കെ വീഴുക, ഇങ്ങനെയുള്ളൊരു കാര്യം. പിന്നെ എനിക്കിങ്ങനെ കൈ ഇങ്ങനെ എനിക്ക് ഒരിക്കലും എനിക്ക് പൊങ്ങത്തില്ല. അത് 1.5 വർഷത്തോളം എൻ്റെ കൈ ഇരുന്നതാണ്. ഒരു ലേശം പോലും ചലനശേഷിയില്ലാതെ എൻ്റെ ഡ്രസ്സ് കഴുകി തരുന്നതും എന്നെ കുളിപ്പിക്കുന്നതും എൻ്റെ തല തോർത്തി തരുന്നതും ഒക്കെ മറ്റുള്ളവരായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ഇത്രയേറ്റത്. അപ്പോൾ എനിക്ക് വേദന ഭയങ്കരമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഓപ്പറേഷൻ ചെയ്ത് നമുക്കൊന്ന് ശരിയാക്കാം, പക്ഷേ എങ്കിൽ കൈ പൊങ്ങുമെന്നോ കൈ കൊണ്ടൊന്നും ചെയ്യുമെന്നോ വിചാരിക്കേണ്ട, വേദന ഇല്ലാതിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു. ഒരു കൈ ഓപ്പറേഷൻ ചെയ്ത് എൻ്റെ 1.5 വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത കൈ ഓപ്പറേഷൻ ചെയ്തു. പക്ഷേങ്കിൽ ഞാൻ എൻ്റെ പരിശ്രമം കൊണ്ട് ഡോക്ടർക്ക് വരെ അത്ഭുതമായിരുന്നു. എൻ്റെ കൈ ഇതുകൊണ്ടോ ഇപ്പോൾ ഇങ്ങനെ പൊങ്ങി, അത്യാവശ്യം എല്ലാ ജോലിയും തന്നെ ഞാൻ ചെയ്യും. ഇതുകൊണ്ടോ ഒരു വെയിറ്റുള്ള സാധനം ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞാൽ, ചോറൊക്കെ ഇങ്ങനെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തടയിലോട്ട് ഊറ്റിയിടാൻ നിൽക്കരുത്, കയ്യിൽ നിൽക്കത്തില്ല, ചിലപ്പം ചോറും വെള്ളവും സഹിതം ദേഹത്തോട്ട് വീഴുമെന്നെല്ലാം പറഞ്ഞു വിട്ടാം. പക്ഷേ എൻ്റെ പരിശ്രമം കൊണ്ട് ഞാൻ എൻ്റെ കൈയൊക്കെ ഇത്രയും ആക്കിയെടുത്തു. അത്രയൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടോ? അപ്പോൾ അതിൻ്റെ കൂടെ കുറേ ശ്രമിക്കുകയും കൂടെ ചെയ്യണം. അതിൻ്റെ അകത്ത് മെയിനായിട്ട് ഞാൻ നിങ്ങളോട് പറയും, പണ്ട് എപ്പോഴോ ഞാനതൊരു ചെറിയ ഷോർട്ട് വീഡിയോ പോണക്ക് ഇട്ടിട്ടുണ്ട്. എനിക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് കപ്പപ്പുഴുക്കും ഒരിച്ചിരി ബീഫ് കറിയും, അല്ലെങ്കിൽ ചക്കപ്പുഴുക്കും കറിയും, അല്ലെ അപ്പവും കറി, ഇങ്ങനെയുള്ള ബീഫ് കറി കൂട്ടി കഴിക്കുക. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ജീവിതത്തിൽ കറിയിൽ എനിക്ക് കൂണ്, അല്ലെ കുമിളെന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ആ കറി വറുത്തരച്ച് വെക്കുക, അല്ലെങ്കിൽ തോരൻ വെക്കുക, മെഴുക്കുവരട്ടി. ഏറ്റവും ഇഷ്ടം എനിക്ക് ഈ കൂണ് കറി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ബീഫ് ഉലത്തിയതും ബീഫ് കറിയൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ മനസ്സിലോർത്തൊരു കാര്യം, ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു കന്യാസ്ത്രീ ഒരു കൊച്ചിന് സുഖമില്ലാതെ വന്നപ്പോൾ
ഇതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞെന്ന്. അപ്പം ഞാൻ അത് തന്നെ ഒന്ന് സ്വീകരിച്ചു. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ രണ്ട് കൂട്ടം, കൂണ് കറിയും ബീഫ് കറിയും ബീഫ് ഒലത്തിയതും. അപ്പം ഞാൻ മനസ്സിലോർത്തു, എൻ്റെ ദൈവമേ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഞാൻ വേണ്ടെന്ന് വെച്ചാൽ എനിക്ക് കൈയില്ലെങ്കിൽ എന്താ മനുഷ്യൻ്റെ കാര്യം എന്നും പറഞ്ഞ് രണ്ട് കൈയും രണ്ട് കാലും ഇല്ലാത്ത മനുഷ്യർ ജീവിക്കുന്നുണ്ട്. അവർ നമ്മളെ കഴിഞ്ഞ് രണ്ട് കൈയും രണ്ട് കാലും ഉള്ളവരെ കഴിഞ്ഞ് ഉന്നതിയിലെത്തുന്നുണ്ട്. അതൊക്കെ അവരുടെ സ്വയം പ്രാപ്തി കൊണ്ട് നേടിയെടുക്കുന്നതാണ്. അപ്പം ഞാൻ മനസ്സിലോർത്ത്, എനിക്ക് ഈ ഇഷ്ടമുള്ള സാധനം ഞാനങ്ങ് വേണ്ടെന്ന് വെച്ചേക്കാം. വേണ്ടെന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ട് വേണ്ടെന്നല്ല, എൻ്റെ ഈ കൈ ഒന്ന് പൊക്കിത്തരണേ, എൻ്റെ ഈ കൈ ഒന്ന് ഇത്രയെങ്കിലും എൻ്റെ സ്വന്തം കാര്യം ചെയ്യാനെങ്കിലും ഒന്ന് ആകുന്നോടം വരെ ഒന്നാക്കി തരണേ, എനിക്ക് ഈ ഇഷ്ടമുള്ള സാധനം ഞാനങ്ങ് വേണ്ടെന്ന് വെക്കുക. അതായത് ഇത്രയും നാളത്തെ, നല്ല ജീവിതകാലം മുഴുവനൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. എന്നിട്ട് ആ സാധനം ഞാനിത് ഉണ്ടാക്കുമ്പം കഴിക്കാതിരിക്കുന്നതിലല്ല കാര്യം, ഞാൻ എന്തോരം അളവിലാണോ അല്ലെ എന്തോരം ക്വാണ്ടിറ്റിയിലാണോ ഞാനിത് കഴിച്ചുകൊണ്ടിരുന്നത്, അത്രയും തന്നെ ഞാൻ ഈ സാധനം എടുക്കും. കപ്പപ്പുഴുക്കൊക്കെ കഴിക്കും. ഈ കറി രണ്ടും കൂണുണ്ടാക്കിയാലും അല്ലെ ബീഫ് ഏത് രീതിയിൽ ചെയ്താലും ഞാൻ ആ കൂട്ടം നിൽക്കൊണ്ടിരുന്ന അളവിൽ തന്നെ എടുത്തിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്താൽ കഴിക്കും എന്നുള്ളവർക്ക് നമ്മൾ കൊടുക്കുക. അതല്ലെങ്കിൽ പട്ടിക്കൊഴിച്ച് ബാക്കി നമ്മൾ പറന്നു പോകുന്ന കാക്കയ്ക്കോ അല്ലെ പ്രാവിനോ കഴിക്കുന്ന എന്തിനും നമുക്ക് കൊടുക്കാം. പട്ടി ഒഴിച്ചു ബാക്കിക്ക്. പട്ടിയും പാമ്പും കേട്ടോ. പാമ്പിന് നമ്മൾ മനഃപൂർവ്വം വെച്ച് കൊടുക്കുന്നതല്ല, പട്ടിക്കും നമ്മൾ മനഃപൂർവ്വം വെച്ച് കൊടുക്കുന്നതല്ല. യാദൃശ്യമായിട്ട് അതുങ്ങൾ തിന്നുന്നുണ്ടാൽ നമ്മൾ ഓടിച്ചു വിടുക. ഏറ്റവും നല്ലത് പക്ഷികളോ അല്ലെ പൂച്ചയോ ഒക്കെ വന്ന് തിന്നോട്ടെ, ഒരു കുഴപ്പമില്ല. നമുക്കിതാർക്കും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. അല്ലാതെ നമ്മൾ കഴിക്കുന്നില്ലെന്ന് പറഞ്ഞ് അത് മറ്റുള്ളവരെ, നമ്മുടെ വീട്ടിലുള്ളവരെ തീറ്റിച്ചിട്ട് നമുക്ക് അതിനൊരു ഫലം ഉണ്ടാകത്തില്ല. ഞാൻ അങ്ങനെ ഒരുപാട് നാളൊന്നും ഇരുന്നില്ല കേട്ടോ. ആദ്യത്തെ കൈ ഓപ്പറേഷൻ ചെയ്തൊരു ഒരു 13 മാസം ആയപ്പോഴത്തേനും പയ്യെ ഇങ്ങനെ എനിക്ക് അനങ്ങിയായിരുന്നേ. അനങ്ങിയിട്ടും വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ മേലായിരുന്നു. അത് കഴിഞ്ഞ് ഈ രണ്ടാമത്തെ കൈയും കൂടെ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ നേർച്ചയും കാഴ്ചയൊക്കെ ചെയ്തത്, ഇങ്ങനെ ഇതുപോലെ ചെയ്തത്. അതിന് ശേഷമാണ് എനിക്ക് ഈ കൈ ഇങ്ങനെ ഒന്ന് അനങ്ങിയതും ഈ പറഞ്ഞതുപോലെ ഈ മൂമെൻറ്റിലൊക്കെ എനിക്കിങ്ങനെ കൈ വന്നത്. പിന്നെ ഞാൻ ഈ നേർച്ചയും കാഴ്ചയും വെച്ചെന്നും പറഞ്ഞ് എൻ്റെ കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഞാൻ അനക്കാതെ വെച്ചുകൊണ്ടിരിക്കണം. പരമാവധി ഞാനിങ്ങനെ ഭിത്തിയെക്കൂടെയൊക്കെ ഇങ്ങനെ പിടിച്ച് പത്തിയെക്കൂടെ ഇങ്ങനെ ഇഴച്ചടിച്ച് ഇങ്ങനെ പയ്യെ ചെയ്യാൻ പറ്റുന്ന കണക്ക്. പിന്നെ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കറക്കുക, പിന്നെ കപ്പിയും തൊട്ടിയും വെച്ച് വെള്ളം കോരുന്ന കണക്ക് ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്ത് എന്നെക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഞാൻ എക്സസൈസ് ചെയ്തിട്ട് എൻ്റെ ഈ കൈ ഇത്രയും ചെയ്തത്. അല്ലാതെ ഞാൻ നേർച്ച ചെയ്തു എന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ കൈ അനങ്ങത്തില്ല. നമ്മൾ എന്തിൻ്റെ പുറകിലും അതിൻ്റെതായ ഒരു കഷ്ടപ്പാടുണ്ട്. നമ്മൾ പറയുക നമുക്കൊരു പെര പണിയണമെന്ന് ഓർത്തുകൊണ്ടിരിക്കുക, ഞാൻ അയ്യോ എനിക്ക് പെര പണിയണം, പെര പണിതിട്ടുണ്ട്, ഞാൻ ഇന്ന നേർച്ച കഴിച്ചേക്കാന്ന് പറഞ്ഞ് നമ്മൾ ചുമ്മാ ഇരുന്നാൽ നമുക്ക് പെരപണി നടക്കുമോ? ഇല്ല. നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അതിൻ്റെ പുറകിൽ നിന്ന് നമ്മൾ അതിൻ്റെ പോന്നു പോരാഴികൾ മുഴുവൻ നമ്മൾ നികത്തണം. അപ്പോൾ ഒരു ഈശ്വരാനുഗ്രഹവും ആ ഈശ്വരാധീനമൊക്കെ നമുക്കുണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കാര്യങ്ങളെല്ലാം നമ്മുടെ കാര്യം നടന്നു പോകും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം. നിങ്ങൾക്കിപ്പോൾ രോഗാവസ്ഥയിലായിട്ടിരിക്കുന്നവരായിക്കോട്ടെ, ഒരു ജോലിക്കാരിയോ ഒരു കല്യാണക്കാരിയോ ഒരു വസ്തു വിൽപ്പനയോ എന്തുമായിക്കോട്ടെ, നിങ്ങൾ ഈ പറഞ്ഞതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കുക. നിങ്ങളുടെ വീട്ടിൽ ആർക്കാണോ ആവശ്യം അവർ ചെയ്യണം കേട്ടോ. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അന്ന് തുടങ്ങണ്ട, പിറ്റേ ദിവസം തൊട്ട് നിങ്ങളിത് തുടങ്ങുക. ഇതിൽ പ്രത്യേകിച്ച് നോയമ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്നതാ, ഇറച്ചിയോ മീനോ മുട്ടയോ പാലോ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് അത് വേണം നിങ്ങൾ വേണ്ടെന്ന് വെക്കാനായിട്ട്. എനിക്ക് ഈ രണ്ട് കൂട്ടമായിരുന്നു ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റം ഒഴിവാക്കിയാൽ മതി. ഞാനിത് രണ്ടും എനിക്ക് ഏകദേശം തുല്യം ഇഷ്ടമായതുകൊണ്ടാകട്ടെ ഇത് രണ്ടും കൂടി ഒഴിവാക്കിയത്. ഇപ്പം ഞാനിതൊക്കെ കഴിക്കുന്നുമുണ്ട്, എൻ്റെ കൈ പൊങ്ങുന്നുമുണ്ട്. ഇപ്പോഴും ഞാൻ എക്സസൈസൊക്കെ ചെയ്യും, അത്യാവശ്യം എല്ലാ ജോലിയും ഞാൻ ചെയ്യും. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാൻ അച്ചാറൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് കാര്യവും നിങ്ങൾക്ക് നടത്താനായിട്ട് സ്വയം മനസ്സ് വെച്ചാൽ നടക്കും. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്യണം കേട്ടോ. നിങ്ങൾ എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കെ.